രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഒരു ബന്ധുവിനെ കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. നിർഭൻ, ഇപ്പോൾ ചെന്നിത്തല പറഞ്ഞത് വി.ഡി. സതീശൻ കാണാൻ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് ശരീരഭാഷയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന അതേ സംതൃപ്തി. ഇത്രയും വലിയ കാര്യങ്ങൾ, വലിയ വിട്ടുവീഴ്ച ചെയ്തിട്ടും വി.ഡി. സതീശൻ നിലപാട് ഉറപ്പിച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന്, ശരീരഭാഷയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അസംതൃപ്തി നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും സിജു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. വി.ഡി. സതീശനുമായുള്ള കൂടിക്കാഴ്ച രമേശ് ചെന്നിത്തല ഒഴിവാക്കിയിരിക്കുന്നു. ഇവിടേക്ക് വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയെ കാണാൻ വരുമെന്നായിരുന്നു അവിടെ നിന്നുള്ള അറിയിപ്പ്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആദ്യം പിണറായി വിജയനെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ കൂടിക്കാഴ്ച നടത്തിയ ശേഷം രമേശ് ചെന്നിത്തല നേരിട്ട് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വി.ഡി. സതീശൻ വരുമെന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് മടങ്ങിയെത്തിയ രമേശ് ചെന്നിത്തല വീട്ടിനകത്ത് കയറിയ ശേഷം ഉടൻ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഒരു സ്വകാര്യ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക്, ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് ഒരു സന്ദർശനമുണ്ട്, അവിടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് എവിടേക്കാണ് പോകുന്നത് എന്നത് പോലും വ്യക്തമാക്കാതെ ചെന്നിത്തല ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. അതായത് നിർഭൻ, ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല വി.ഡി. സതീശൻ വരുമെന്ന അർത്ഥത്തിൽ. പക്ഷേ വി.ഡി. സതീശന്റെ ഓഫീസിൽ നിന്ന് നിർഭൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പിണറായിയെ കണ്ട ശേഷം ചെന്നിത്തലയെ കാണാൻ വരുമെന്നാണ്. അതായത് വി.ഡി. സതീശനെ കാണാൻ കൂട്ടാക്കാതെ ചെന്നിത്തല പുറത്തേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് തന്നെയാണ് സിജു ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അറിയിപ്പ് എന്ന് പറയുന്നത് സീനിയർ നേതാവായ രമേശ് ചെന്നിത്തലയെ കാണാൻ വഴുതക്കാട്ടെ വസതിയിലേക്ക് വരുന്നു എന്നായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നും സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി ഒരു ബന്ധു വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. അതായത് വി.ഡി. സതീശനെ കൂടിക്കാഴ്ചയ്ക്ക് ചെന്നിത്തല സന്നദ്ധത അറിയിക്കുന്നില്ല. മാത്രമല്ല, ആ കൂടിക്കാഴ്ച ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു. എവിടേക്കാണ് പോയതെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. മറുഭാഗം എന്ന് പറയുന്നത് നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് പിണറായി വിജയനെ കണ്ട ശേഷം രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്താൻ വഴുതക്കാട് വസതിയിൽ വരുമെന്നായിരുന്നു. അത് പൂർണ്ണമായി ഒഴിവാക്കി രമേശ് ചെന്നിത്തല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, തന്റെ നിലപാടിൽ രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. നീരസം അദ്ദേഹം ഒട്ടും കുറച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച മറ്റു തരത്തിലുള്ള അനുനയ നീക്കത്തിന് രമേശ് ചെന്നിത്തല വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടേക്ക് വരുന്നതും കാണുന്നതും ഒഴിവാക്കാൻ വേണ്ടി തന്നെയാകും രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്ന് പോയത്. അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി പോവുകയാണ്. എവിടേക്കാണെന്ന് പറഞ്ഞില്ല. മാത്രമല്ല, മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വി.ഡി. സതീശന്റെ ഓഫീസിൽ നിന്ന് കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇങ്ങനൊരു വാർത്ത വരുന്നുണ്ട്, അങ്ങയെ അറിയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു അറിയിപ്പ് തനിക്ക് കിട്ടിയിട്ടില്ല, ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് തനിക്കറിയില്ല, താൻ ഒരു സ്വകാര്യമായ ഒരു വ്യക്തിയെ കാണുന്നതിന് വേണ്ടി ഒരു മരണ വീട്ടിൽ, ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്, അത് എവിടെയാണ് എന്ന ചോദ്യത്തിന് അതിനും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. സിജു, നിർഭൻ, അപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം, കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന്, ആ തർക്കത്തിൽ നിന്ന്, ആ സ്ഥാനത്തിലേക്ക് പിടിവലിയിൽ നിന്ന് പിന്മാറിയത്, ചെന്നിത്തല പിന്മാറിയത് ഹൈക്കമാൻഡിന്റെ ഇടപെടലാണല്ലോ. ഹൈക്കമാൻഡ് കൃത്യമായി ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാകണമല്ലോ, മുഖ്യമന്ത്രി പദവിയിലേക്ക് വി.ഡി. സതീശൻ വരികയാണെങ്കിൽ താങ്കൾക്ക് ഇന്ന പദവി. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് കൂടി കിട്ടിയിട്ടില്ലെന്നാണോ? ഹൈക്കമാൻഡ് ആണല്ലോ എല്ലാത്തിൻ്റെയും അവസാന വാക്കെന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെയും കൂടി വായിച്ചെടുത്തുകൂടെ? ഹൈക്കമാൻഡ് കൃത്യമായി ഉറപ്പ് കൊടുത്തിട്ടില്ല. ഏത് പദവിയാണ്? ആഭ്യന്തരമാണോ, ധനകാര്യമാണോ, ഏത് പ്രധാന പദവി എന്നുള്ള അർത്ഥത്തിൽ ഒരു നിലപാടും ഒരു ഹൈക്കമാൻഡ് കൃത്യമായി ഉറപ്പ് കൊടുത്തിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരുന്നുണ്ടോ ഈ സാഹചര്യത്തിൽ? തീർച്ചയായും സിജു, രമേശ് ചെന്നിത്തലയോട് തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്, ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ, ഹൈക്കമാൻഡ് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം അദ്ദേഹത്തിനോട് ആവർത്തിച്ച് ചോദിച്ചു. അദ്ദേഹം അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാനില്ല. താൻ തൃശ്ശൂരിൽ വെച്ച് വ്യക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും തനിക്ക് ഈ ഘട്ടത്തിൽ പറയാനില്ല, മറ്റ് ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. ഹൈക്കമാൻഡ് പ്രതിനിധികളോട്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോട് തന്റെ നീരസം പൂർണ്ണമായി അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തല തന്റെ നീരസം പൂർണ്ണമായി ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ്. അത് എന്ന് പറയുന്നത് തന്നെ നിരന്തരം അവഗണിക്കുന്നു, ഇനിയൊരു അവഗണന തനിക്ക് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഇക്കാര്യത്തിൽ തന്റെ പ്രതിഷേധം അറിയിക്കുകയാണ്, താൻ മന്ത്രിസഭയിലേക്കില്ല, മറ്റ് അനുനയ ചർച്ചകൾക്കുമില്ല എന്ന നിലപാട് തന്നെയാണ് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇക്കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും രമേശ് ചെന്നിത്തല തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹം വി.ഡി. സതീശന്റെ കൂടിക്കാഴ്ച ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാകും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന്
യാത്ര തിരിച്ചത്. പൊടുന്നനെ ഇവിടെ ചെന്നിത്തല എത്തിച്ചേരുന്നു. അതിനുശേഷം അദ്ദേഹം ഇവിടെ തുടരുമെന്നും മറ്റ് ചില നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുമായിരുന്നു ഏവരും കരുതിയിരുന്നത്. അൻവർ സാദത്ത് അടക്കമുള്ള MLA മാർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ ചെന്നിത്തല വന്ന് കയറിയ ഉടൻ തന്നെ അദ്ദേഹം ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി ഒരു ടീഷർട്ട് ധരിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി. മറ്റെവിടേക്കാണ് യാത്ര എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ബന്ധുവിന്റെ മരണവീട്ടിൽ പോവുകയാണ്. എവിടേക്കാണ് എന്ന കാര്യം അദ്ദേഹം വെളിവാക്കിയില്ല. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത് VD സതീശൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, കൂടിക്കാഴ്ചയ്ക്ക് നിൽക്കുന്നില്ല എന്ന ചോദ്യത്തിന് തനിക്ക് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു കൂടിക്കാഴ്ച സംബന്ധിച്ച ഒരു ഇൻഫർമേഷനും നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വ്യക്തിപരമായി അറിയിച്ചിട്ടില്ല. താൻ ഒരു ബന്ധുവീട്ടിൽ മരണവീട്ടിൽ സന്ദർശിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നീരസം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലുണ്ട്.